ബൈബിളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടു, തലമുറകൾ കടന്നുപോയി, മനുഷ്യൻ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. എന്നാൽ തലമുറകളുടെ ഇടയിൽ ഒരാൾ വ്യത്യസ്തനായിരുന്നു, ഹാനോക്ക്. അദ്ദേഹം ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യൻ. ഇന്ന് നാം ആ യാത്ര തുടരുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുന്നു? ഒരു കാലത്ത് ദൈവം സൃഷ്ടിച്ച ലോകം വളരെ മനോഹരമായിരുന്നു. എന്നാൽ ഇപ്പോൾ പാപം വർദ്ധിച്ച് മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഇവിടെ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം. ചുറ്റുമുള്ള എല്ലാവരും തെറ്റായ വഴികളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വഴിയിൽ ഒറ്റയ്ക്ക് നടക്കുവാൻ സാധിക്കുമോ? ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ അതിന് ഉത്തരം നൽകുന്നു. കാലം കടന്നു പോകുന്തോറും മനുഷ്യൻ്റെ ദുഷ്ടത ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. മനുഷ്യൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും നിരന്തരം തിന്മയിലേക്കായിരുന്നു. ഇത് വെറും പുറമേയുള്ള പ്രശ്നങ്ങളായിരുന്നില്ല. മനുഷ്യൻ്റെ ഹൃദയം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപം ഒരാളിൽ മാത്രം ഒതുങ്ങിയില്ല. അത് കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും തലമുറകളിലേക്കും വ്യാപിച്ചു. ഒരു കാലത്ത് ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഭൂമി ഇന്ന് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ഇരുട്ടിനിടയിൽ ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ തെളിഞ്ഞു. പാപം നിറഞ്ഞ ലോകത്തിൽ കൃപ കണ്ടെത്തിയ മനുഷ്യൻ നോഹ. മനുഷ്യൻ്റെ ദുഷ്ടത അതിരുകടന്നപ്പോൾ ഭൂമിയെക്കുറിച്ച് ഒരു വലിയ വിധി ദൈവം പ്രഖ്യാപിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒരു മനുഷ്യൻ ദൈവത്തിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപ കണ്ടെത്തി. അതിൽ നോഹ ഒരു പൂർണ്ണനായ മനുഷ്യനായിരുന്നുവെന്ന് അർത്ഥമില്ല. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തോടൊപ്പം നടന്നു. തലമുറയിൽ അവൻ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ശ്രമിച്ചു. മനുഷ്യൻ്റെ പാപം ദൈവത്തെ വേദനിപ്പിച്ചുവെങ്കിലും നോഹ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തി. അങ്ങനെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ദൈവം നോഹയോട് ഒരത്ഭുതകരമായ കാര്യം ചെയ്യുവാൻ കൽപ്പിച്ചു. ഒരു വലിയ പെട്ടകം നിർമ്മിക്കുക. പെട്ടകം നിർമ്മിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന. മഴയൊന്നും കാണാത്ത കാലത്ത് ഒരു പെട്ടകം നിർമ്മിക്കുക എന്നുള്ളത് എത്ര വിചിത്രമായിരിക്കാം. ചുറ്റുമുള്ള ആളുകൾ നോഹയെ പരിഹസിച്ചിരിക്കാം. നീ എന്താണ് ചെയ്യുന്നത്? പക്ഷേ നോഹ മനുഷ്യരുടെ അഭിപ്രായം നോക്കിയില്ല. നോഹ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചു. അങ്ങനെ നോഹ പെട്ടകം നിർമ്മിക്കുവാൻ ആരംഭിച്ചു. പെട്ടകം എങ്ങനെ തയ്യാറാക്കണമെന്ന് ദൈവം ഉപദേശം കൊടുത്തു. ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം തയ്യാറാക്കണം. പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, പെട്ടകത്തിൻ്റെ വീതി 50 മുഴം, ഉയരം 30 മുഴം. പെട്ടകത്തിന് കിളിവാതിലുണ്ടാക്കണം. മുകളിൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും തട്ടായി അതിനെ ഉണ്ടാക്കണം. നോഹയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. വിശ്വാസം മനസ്സിലാക്കിയതിനു ശേഷം ദൈവത്തെ അനുസരിക്കുക മാത്രമല്ല, ചിലപ്പോൾ ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം മുൻപോട്ട് പോകുന്നതാണ് വിശ്വാസം. മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത വഴിയിലൂടെ ദൈവം നമ്മെ നയിച്ചാലും കർത്താവെ, അങ്ങ് പറഞ്ഞാൽ ഞാൻ ചെയ്യുമെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. എല്ലാവരും പോകുന്ന വഴിയാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത്, അതോ ദൈവം പറയുന്ന വഴിയാണോ? ലോകം പറയുന്നത് ഒന്നായിരിക്കാം, സുഹൃത്തുക്കൾ പറയുന്നത് മറ്റൊന്നായിരിക്കാം, എന്നാൽ സമൂഹങ്ങൾ പറയുന്നത് വേറൊന്നായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മെ ഒരു വഴി കാണിച്ചാൽ നാം ആരുടെ വാക്കാണ് കേൾക്കുക? നോഹയുടെ ജീവിതം പറയുന്നത് നാം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ക്രിസ്തീയ ജീവിതത്തിൽ നോഹയുടെ പെട്ടകം രക്ഷയുടെ ഒരു ചിത്രമായി നമുക്ക് കാണുവാൻ സാധിക്കും. വിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവമൊരുക്കിയ ഒരു വഴിയായിരുന്നു പെട്ടകം. അതുപോലെ മനുഷ്യൻ്റെ പാപത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം ക്രിസ്തുയേശുവിൽ രക്ഷയൊരുക്കിയിരുന്നു. അതുകൊണ്ട് 6-ാം അധ്യായത്തിൽ വെറും ജലപ്രളയത്തെപ്പറ്റി മാത്രമല്ല, വിധിയുടെ നടുവിൽ രക്ഷയുടെ മാർഗമൊരുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ 3 വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു.
1. പാപം ദൈവത്തെ വേദനിപ്പിക്കുന്നു. 2. ദൈവം നീതിമാനാണ്. 3. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ രക്ഷയുടെ വഴി എപ്പോഴുമുണ്ട്. നോഹയുടെ കാലത്ത് ഒരാൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ആ ശബ്ദം ഇന്നും നമ്മോട് സംസാരിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം, ആ ശബ്ദം ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടോ? പെട്ടകം നോഹയ്ക്കും കുടുംബത്തിനും രക്ഷയുടെ വഴിയായി, അതുപോലെ ക്രിസ്തുവിൽ ദൈവം മനുഷ്യനും രക്ഷയുടെ വഴിയൊരുക്കുന്നു. പെട്ടകം തയ്യാറായി, നോഹയും കുടുംബവും അതിലേക്ക് പ്രവേശിക്കാനായി ഒരുങ്ങുന്നു. എന്നാൽ ഇനിയും സംഭവിക്കാനിരിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒന്നാണ്. ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ പോകുന്നു. മഴ വരുന്നു. മഹാപ്രളയം ആരംഭിക്കുവാൻ പോകുന്നു. എന്നാൽ പെട്ടകത്തിനുള്ളിൽ ഉണ്ടായിരുന്നവർക്ക് ദൈവമൊരുക്കിയ രക്ഷയെപ്പറ്റി അറിയുവാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ 7-ാം അധ്യായത്തിലേക്ക് യാത്ര ചെയ്യാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. നന്ദി.